ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടോക്സിക് സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇതിനകത്തിരുന്ന് തലതെറിച്ച ഓഡിയൻസിനെ കുറിച്ചാണ്. ഓടി ഏരീസ് ബസ്സിനകത്ത് തലതെറിച്ച ഒന്നിനും കൊള്ളില്ലാത്ത കിഴങ്ങന്മാരായിട്ടുള്ള ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഈ സിനിമ കാണേണ്ടി വന്നതിൻ്റെ ഒരു വിഷമം മാത്രമാണുള്ളത്. കാരണം അത് അത്രത്തോളം ആസ്വദിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ അവന്മാരുടെ തലതെറിച്ച പറയുന്നില്ല, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അവന്മാരുടെ ആ ഒരു പ്രകൃതമാണ്. കാരണം ഇങ്ങനത്തെ സിനിമകൾ കാണാൻ വരുമ്പോഴത്തേക്ക് ഇവരൊന്നും ചുമ്മാ ഇരുന്ന് കാണാൻ പറ്റുമെങ്കിൽ ഇവരൊന്നും സിനിമ കാണാൻ രാവിലെ 6 മണിക്ക് അവിടെ വന്ന് കയറുന്നത്. ഇവരൊക്കെ ഉറക്കം തൂക്കി ഇരുന്നിട്ട് ഉറക്കം വന്ന് തൂങ്ങുന്ന സമയത്ത് ഇവന്മാർ ഉണരാൻ വേണ്ടി വിളിക്കുന്ന വിളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനത്തെ ഒരു ഓഡിയൻസിന്റെ ഇടയിൽ സിനിമ കാണാൻ വന്നതിന്റെ വിഷമത്തോടുകൂടി സിനിമയെ റിവ്യൂ പറയാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗീതു മോഹൻദാസിനെ എടുത്ത് പറയണം. കാരണം ഈ സിനിമയിലെ മേക്കിംഗ് അത്രത്തോളം മികച്ച മേക്കിംഗ് ആണ്. ഒരു കുറ്റവും പറയാനില്ല. ഇതിനകത്ത് ഒരു CG വർക്ക് ആണെങ്കിലും ഒരു പ്രശ്നവും ഈ സിനിമയ്ക്കകത്തില്ല. അത്ര നല്ല രീതിയിൽ ടെക്നിക്കലായിട്ടാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ യഷിന്റെ അഭിനയമാണെങ്കിലും ബാക്കിയുള്ള സിനിമയിലെ സ്റ്റോറി ആണെങ്കിലും ഒരു കുഴപ്പവും പറയാനില്ല. കാരണം ഇതിനെ നമ്മൾ ഫസ്റ്റ് ഹാഫൊക്കെ നല്ല മാരകമായിട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് പകുതി വരെയും നമ്മളൊരു ആക്ഷൻ ത്രില്ലർ എന്ന് പറയുന്ന ഗണത്തിലോട്ട് ഈ സിനിമയെ കൊണ്ടുപോയതിനു ശേഷം ഏറ്റവും അവസാനം ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറിലോട്ട് മാറുകയാണ്. അത് നമുക്ക് എത്രത്തോളം അത് നമ്മളെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെട്ടു. കാരണം ചിലർക്ക് ആക്ഷൻ ത്രില്ലർ KGF ഒക്കെ കാണാൻ വന്നവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു വലിയൊരു ഡോൺ ആയിരുന്ന ഒരുത്തന്റെ പതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ ഒരു നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് കഥയെക്കുറിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ ഈ സിനിമ കാണണം. ഈ സിനിമയിലെ ആ ഇമോഷൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുള്ളൂ. എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആയി. ഇതിന്റെ മലയാളം ഡബ്ഡ് വേർഷൻ മാത്രമാണ് എനിക്ക് ഇതിൽ പ്രശ്നമായിട്ട് തോന്നിയത്. കാരണം നാടകീയതായിട്ടുള്ള ഡയലോഗുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ പറഞ്ഞാൽ ഐ കിൽ യു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഡയലോഗ് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയും. പക്ഷെ ഐ വിൽ കിൽ യു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ലിപ്സിംഗ് കറക്റ്റ് ആവാൻ വേണ്ടി ഇപ്പം ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുന്ന ഡയലോഗ് ചിലപ്പോൾ കന്നഡയിൽ വലിയ ഡയലോഗ് ആയിരിക്കും. അപ്പം ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ലിപ്സ് അനങ്ങും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ കൊല്ലും അങ്ങനെയൊക്കെ നീട്ടും. ആ ഒരു സംഭവമാണ് ഈ മലയാളത്തിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നം. അല്ലാതെ ഈ ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് എൻ്റെ കണ്ണിൽ തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് ഈ തിയേറ്ററിനകത്ത് ഇരുന്ന് കൂവിയവന്മാര് ബാക്കിയുള്ള ഓഡിയൻസിന്റെ കൂടെ ശ്രദ്ധ കളഞ്ഞു. അങ്ങനെ അവർക്കും ചിലപ്പോൾ ഈ സിനിമ മോശമായിട്ട് തോന്നിയിരിക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ നല്ലൊരു സിനിമയാണ്. നല്ലൊരു ആക്ഷൻ ത്രില്ലർ, സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ കാണും. പക്ഷെ ഇവർ സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ആണെന്നുള്ളത് ഇവർ വെളി വിട്ടിട്ടില്ലായിരുന്നു. അതിന് അങ്ങനെ അത് വെളിവിടേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഓഡിയൻസ് സിനിമ കണ്ടു തന്നെയാണ് ഇതൊരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ എന്ന് മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഈ സിനിമയ്ക്കകത്ത് വലിയ നെഗറ്റീവ് ഒന്നും തോന്നിയില്ല. പിന്നെ ഏറ്റവും വലിയ മാരക പടം എന്നൊന്നും പറയാനില്ല. പക്ഷെ ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു സിനിമ തന്നെയാണ് ടോക്സിക് എന്ന് പറയേണ്ടത്. നിങ്ങൾ സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കേണ്ടവർക്ക് ടിക്കറ്റ് എടുക്കാം. ഇത് പിന്നെ ഞാൻ ഏറ്റവും എടുത്ത് പറയുന്നത്, ഇത് മലയാളം വെർഷൻ കാണരുത്. തമിഴോ കന്നഡയോ കാണുക. കന്നഡ മനസ്സിലാവുകയും കന്നഡ തന്നെ കാണുക. എനിക്ക് കന്നഡ മനസ്സിലാവില്ല, തമിഴ് മനസ്സിലാവും. പക്ഷെ ഓടി ഒന്നിൽ അവർ മലയാളം കൊണ്ടിട്ടു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ കാരണം. കാരണം ഓടി മലയാളം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓടി ഒന്നിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ സിനിമകൾ കാണാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അവര് മലയാളമേ അവർക്ക് കാണാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പൊ തമിഴാണ് ഓടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തമിഴേ കാണുള്ളൂ. അപ്പൊ ആ ഒരു പ്രശ്നം മലയാളം ഡബിങ്ങിൽ വന്ന പ്രശ്നം ഇതിലെ നാടകീയ ഡയലോഗ്സിൽ വന്നു. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വന്നു. അത് മാത്രമേ ഇതിനകത്ത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയുള്ള റീജിയൻസിലൊക്കെ ഉള്ള റിവ്യൂസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ചിലപ്പം പോസിറ്റീവ് ആയിരിക്കും കാണുന്നത്. കാരണം അത്രത്തോളം കുറ്റം പറയാനൊന്നുമില്ല ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ഇവന്മാര് എന്തിനാണ് ഇങ്ങനെ ഇത്രയും നെഗറ്റീവ് അടിച്ച് വിടുന്നതെന്ന് എനിക്ക് അറിയാം. ഇവന്മാർ ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല സിനിമ എന്താണെന്ന് മനസ്സിലാവാത്ത കുറെ ഇവന്മാർ ഇതിനകത്ത് വന്നിരുന്ന സിനിമയെ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നി. വളരെ മോശം പറയാനുള്ള ഒരു കാരണമില്ല. അത്രയും പറയുന്നത് ഈ സിനിമയൊന്നും ഒരിക്കലും പരാജയപ്പെടാനുള്ള ഒരു കാര്യമില്ല. കാരണം ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്ക് പൈസ കൊടുത്ത ടിക്കറ്റിന് മുതലാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് നമുക്ക് പറഞ്ഞില്ലേ, പകുതി വരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആക്ഷനായിട്ട് പോയിട്ട് അവസാനം അത് സൈക്കോളജിക്കൽ ത്രില്ലർ ആവുകയാണ്. അത് കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യമാണ്, അല്ലാതെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് ഈ കഥയെ നിങ്ങൾ അങ്ങനെ കണ്ടില്ല. നിങ്ങൾ ഒരു KGF കാണാൻ വന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിനിമ കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് പറയാൻ തോന്നും. അങ്ങനെ നിങ്ങളൊരു സിനിമയെ മുൻവിധിയോടുകൂടി നിങ്ങളൊരു സിനിമ കാണാൻ പോകാതിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള സിനിമകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു സിനിമയാണ് ഗീതു മോഹൻദാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനെ നിങ്ങൾ തള്ളിക്കളയരുത്. പോയി കണ്ടു തന്നെ നിങ്ങൾ വിലയിരുത്തണം. പിന്നെ നിങ്ങൾ എടുത്തു പറയേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ KGF പോലത്തെ ഒരു വലിയൊരു ആക്ഷൻ സിനിമയൊക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിനകത്തൊരു വ്യത്യസ്തതയുണ്ട്. അതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ രീതിയിലാണ് അവസാന ഒരു അരമണിക്കൂറിൽ കൂടുതൽ ആ സിനിമ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടി നല്ലൊരു സിനിമ കാണാമെന്നുള്ള ഒരു ചിന്തയോടുകൂടി പോകുന്ന ഓഡിയൻസിനെ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന സിനിമയല്ല ഇത്. നല്ല രീതിയിൽ മേക്കിംഗ് കൊണ്ടാണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും കഥ കൊണ്ടാണെങ്കിലും ഇതൊരു നല്ല രീതിയിലുള്ള സിനിമ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള നിങ്ങളുടെ റിവ്യൂ നിങ്ങൾക്ക് താഴെ ഇടാം.
ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എല്ലാവർക്കും ഓരോ തീരുമാനങ്ങളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ഇത് സത്യം പറഞ്ഞ ഈ സിനിമ കൊള്ളൂരെങ്കിൽ നെഗറ്റീവ് പറയാമെന്ന് വിചാരിച്ച് പോയ സിനിമയാണ്. കാരണം ഗീതു മോഹൻദാസിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സ്ത്രീ വിരുദ്ധതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ. അപ്പോൾ അവർ നല്ല രീതിയിൽ എതിർത്തിട്ട് ഈ സിനിമ അവരുടെ സിനിമയ്ക്കകത്ത് അവർ സ്ത്രീ വിരുദ്ധതയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പറയണമെന്ന് വിചാരിച്ച് തന്നെയാണ് പോയത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും സഹിതം അതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ. നന്ദി, നമസ്കാരം.